ഇവിടുത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് രോഗിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് എന്നതിനപ്പുറത്തേക്ക് ഇത് മറച്ചുവെക്കാൻ, അതായത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം മറച്ചുവെക്കാൻ ഇടപെടൽ നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ വിശദീകരണത്തിൽ തന്നെ വ്യക്തമാണ്. 2023 മാർച്ച് മാസമാണ് സുമയ്യ തിരുവനന്തപുരം ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തി അവരുടെ ഈ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ആ സമയത്ത് 8 ദിവസം ഇവർ ഐസിയുവിൽ പ്രവേശിച്ചിരുന്നു. ഇവരുടെ സോഡിയം അളവടക്കമുള്ള കാര്യങ്ങളെ ബാധിച്ചുകൊണ്ട് ഐസിയുവിൽ പ്രവേശിച്ചിരുന്നു. ശേഷം ഇവരുടെ രോഗം ഭേദപ്പെട്ടവർ തിരികെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അതിനുശേഷം ഇത് കണ്ടെത്തുന്ന 2 വർഷക്കാലം സുമയ്യ നിരന്തരം ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്വാഭാവികമായും ഇവരുടെ നീക്കം ചെയ്ത തൈറോയ്ഡ് ഗ്രന്ഥി പബ്ലിക് ലാബിൽ അയച്ചപ്പോൾ അവിടെ ക്യാൻസറസ് ആണ് എന്നുള്ള കാര്യം കണ്ടെത്തുകയും അതിനകത്ത് ക്യാൻസറസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും അതിനുശേഷം മറ്റ് ആരോഗ്യാവസ്ഥയിലേക്ക് ഇവർ പോവുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായും ചോദ്യം ഉയരുന്നത് ഇവർക്ക് ഗുരുതരമായിട്ടുള്ള ശ്വാസതടസ്സവും അതേപോലെ തന്നെ കഫമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ ഡോക്ടറെടുത്ത് രാജീവ് കുമാറിനടുത്ത് ചികിത്സ തേടുമ്പോഴൊക്കെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒടുവിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ആദ്യം പരിശോധന നടത്തുമ്പോഴാണ്, ഒരു എക്സ്റേ നടത്തുമ്പോൾ അത് സിവിയറായി ശ്വാസമുട്ടൽ കൂടി ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ പറയുന്ന ഗൈഡ് ട്യൂബ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്, നെഞ്ചിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം വീണ്ടും ഇവരുടെ ചികിത്സയുടെ ഭാഗമായി രണ്ടാമതൊരു എക്സ്റേ കൂടി എടുത്തപ്പോൾ അത് ഉറപ്പിക്കുന്നു. ശേഷം രാജീവ് കുമാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ വീഴ്ച സംഭവിക്കുന്ന ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് ഈ സബീർ എന്ന് പറയപ്പെടുന്ന സുമയ്യയുടെ സഹോദരനുമായി ഡോക്ടർ രാജീവ് കുമാർ സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. സ്വാഭാവികമായും അതിനകത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് താനല്ല തന്റെ യൂണിറ്റിലെ ആരോ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഡോക്ടർ തന്നെ ഒരു തരത്തിൽ അത് ആ വീഴ്ച സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് വിവാദമായതിനു ശേഷം നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ഈ പരാതിയൊക്കെ വരുന്നതിന് മുൻപ് ഞങ്ങൾ പരിശോധന ആരംഭിച്ചു, പക്ഷെ അതിന് എന്താ ആധികാരികത ഉണ്ടെന്ന ചോദ്യത്തിന് ഇനി നമുക്ക് ഉത്തരമില്ല. മാത്രമല്ല അതിൽ തന്നെ പറയുന്ന കാര്യം ഇവർ പിന്നീട് ഈ പരാതിക്ക് മുൻപേ പരിശോധന നടത്തിയ പരിശോധനയിൽ ഇത് ഉറപ്പിച്ചു, ഇങ്ങനെ ഒരു സാധനമുണ്ട്, അതല്ലെങ്കിൽ 50 സെന്റിമീറ്റർ നീളമുള്ള ഈ ഗൈഡ് ട്യൂബ് ഇവരുടെ ഉള്ളിലുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുന്ന ഒന്നല്ല എന്ന് ശ്രീചിത്ര ആശുപത്രി റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അത് വിദഗ്ധ സമിതി ഒരു കൺക്ലൂഷനായിട്ടോ അല്ലെങ്കിൽ വിദഗ്ധ സമിതി അത് അവരുടെ ഫൈനൽ റിപ്പോർട്ടായിട്ടോ ഇതുവരെയും പറഞ്ഞിട്ടില്ല.